എന്ന ഈ ഒരു അറബി വേർഡ് എന്താണ് അതിന്റെ അർത്ഥം? അതിന് ഭാഷാപരമായ ഒരു അർത്ഥമുണ്ട്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത് സാങ്കേതികമായ ഒരു അർത്ഥമുണ്ട്. ഭാഷാപരമായ ഒരു അർത്ഥം എന്താ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ഉഹദിസ മിൻ ഗൈരി മിസാലിൻ സാബിഖ് എന്നാണ്. മുൻ മാതൃകയില്ലാതെ പുതുതായി ഉണ്ടാക്കപ്പെട്ട ഒരു കാര്യം എന്നാണ് ഭാഷാപരമായ അർത്ഥം. എന്ന് പറഞ്ഞാൽ മുമ്പ് ഇല്ലാതെ പിന്നീട് ഉണ്ടായത് എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് ഈ കാണുന്ന മൈക്ക് സെറ്റ് മുമ്പിലില്ല, ഭാഷാപരമായി അത് ബിദ്അത്താണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അത് മുമ്പുണ്ടായിരുന്നില്ല, പിന്നീട് വന്നതാണ്. അതും ഭാഷാപരമായി ഭാഷാർത്ഥത്തിൽ അത് ബിദ്അത്താണ്. നമ്മൾ പഠിക്കുന്ന മദ്രസകൾ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഭാഷാർത്ഥത്തിൽ ശരിക്കും ശ്രദ്ധിക്കണം. ഭാഷാർത്ഥത്തിലെ അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. ഭാഷാർത്ഥത്തിൽ മദ്രസയും എന്താണ്? ബിദ്അത്താണ്. അതുപോലെ യതീംഖാനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് ഭാഷാർത്ഥത്തിൽ അതും ബിദ്അത്താണ്. ഹിഫ്ളുൽ ഖുർആൻ സ്കൂളുകൾ അതോ ഭാഷാർത്ഥത്തിൽ അതും ബിദ്അത്താണ്. ബാങ്ക് സിസ്റ്റം അത് മുമ്പുണ്ടായിരുന്നില്ല, പിന്നീട് വന്നതാണ്. അതുകൊണ്ട് ഭാഷാർത്ഥത്തിൽ അതും ബിദ്അത്താണ്. ഇതുപോലെ ഭാഷാർത്ഥത്തിൽ മുമ്പില്ലാതെ പിന്നീട് വന്നത് എന്നാണ് അതിന്റെ മാന. അപ്പൊ ഇപ്പൊ ഞാൻ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. മദ്രസ അതിനൊരു ഉദാഹരണമായി പറഞ്ഞു. ഹിഫ്ളുൽ ഖുർആൻ സ്കൂളുകൾ അതിന്റെ ഒരു ഉദാഹരണമായി പറഞ്ഞു. അതുപോലെ തന്നെ യതീംഖാന, ബാറ്, കാറ്, മൊബൈല്, സിനിമാ തിയേറ്ററുകള്, ഇതൊക്കെ ഭാഷാർത്ഥത്തിൽ ഇതൊക്കെ ബിദ്അത്താണ്, മുമ്പില്ലാത്തതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇതില് നല്ലതുണ്ട് അല്ലേ? മദ്രസ നല്ല കാര്യമാണ് അല്ലേ? അപ്പോ യതീംഖാൻ ഉണ്ട്, ഹിഫ്ളുൽ ഖുർആൻ സ്കൂൾ, അതുപോലെ ശരീഅത്ത് കോളേജ്, ഇതൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഭാഷാർത്ഥത്തിൽ ബിദ്അത്താണ്. അതേപോലെ ബാറ്, ബാങ്ക്, സിനിമാ തിയേറ്ററുകൾ, അതൊക്കെ തെറ്റാണ്, ഹറാമാണ്. അതേപോലെ തന്നെ മൊബൈല്, കാറ്, അതൊക്കെ അനുവദനീയവുമാണ്. അപ്പൊ ഭാഷാർത്ഥ പ്രകാരം ബിദ്അത്ത് എന്നതിൽ നല്ലതുണ്ട്, നല്ലതല്ലാത്തതുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. ഭാഷാർത്ഥത്തിൽ ബിദ്അത്ത് എന്നതിന്റെ വ്യാപ്തിയിൽ നല്ല കാര്യങ്ങളും പെടുന്നു, നല്ലതല്ലാത്തതും പെടുന്നു. അതേസമയം ബിദ്അത്ത് എന്നതിന് സാങ്കേതികമായ ഒരു അർത്ഥമുണ്ട്, ശറഅ് നൽകുന്ന ഒരു അർത്ഥമുണ്ട്. ശറഇന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ഖാലഫ കിതാബൻ ഔ സുന്നതൻ ഔ ഇജ്മാഅൻ ഔ ഖിയാസാ, ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ സംഗതി എന്നാണ് സാങ്കേതിക അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്തിലാഹ് എന്ന് പറയും. സാങ്കേതികമായ ശറഇന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുമ്പില്ലാത്തത് എന്നല്ല, മുമ്പില്ലാത്തത് എന്നല്ല. ശറഇന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങൾക്ക് എതിരായത് എന്നാണ് സാങ്കേതിക അർത്ഥത്തിൽ, ശറഇന്റെ അർത്ഥത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ഇതിൽ നിങ്ങൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ കൂട്ടത്തിൽ ഭാഷാർത്ഥത്തിൽ മദ്രസ ബിദ്അത്തായിരുന്നു, യതീംഖാന ബിദ്അത്തായിരുന്നു, ഹിഫ്ളുൽ ഖുർആൻ സ്കൂളുകൾ ബിദ്അത്താണ്, ശരീഅത്ത് കോളേജുകൾ ഭാഷാർത്ഥത്തിൽ ബിദ്അത്താണ്, ശറഇന്റെ അടിസ്ഥാനത്തിൽ ബിദ്അത്തല്ല. എന്തുകൊണ്ട്? അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരല്ല. മദ്രസ നടത്തുന്നത് ഖുർആൻ എതിരല്ല, ഹദീസിനെതിരല്ല, ഇജ്മാഇനെതിരല്ല, ഖിയാസിനെതിരല്ല. അതേപോലെ തന്നെ ഹിഫ്ളുൽ ഖുർആൻ, അതേപോലത്തെ ശരീഅത്ത് കോളേജ് എതിരല്ല. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ, കാറ് ശരീഅത്തിന് ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങൾക്ക് എതിരല്ല. ബാങ്ക് ശറഇനെതിരാണ്, വട്ടി ഇടപാടാണ്. സിനിമ ഇസ്ലാമിനെതിരാണ്. അപ്പൊ ശറഇന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് എന്നാണ് സാങ്കേതിക അർത്ഥത്തിൽ ബിദ്അത്തിന്റെ ഉദ്ദേശം. അപ്പോ ശറഇന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബിദ്അത്ത്
ഷറഇന്റെ ഭാഷാപരമായുള്ള അർത്ഥത്തിൽ ഒരു ബിദ്അത്തായ സംഗതി ഷറഇന്റെ അടിസ്ഥാനത്തിൽ ബിദ്അത്തായി കൊള്ളണമെന്നില്ല. ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വഹാബികൾ നടത്തുന്ന വലിയ ഹിമാലയൻ ഒരു തട്ടിപ്പുണ്ട്. ഹിമാലയൻ തട്ടിപ്പാണത്. എന്താണ് തട്ടിപ്പ്? അവർ പറയുന്നത് ബിദ്അത്ത് ഷറഇന്റെ അടിസ്ഥാനത്തിൽ ഷറഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഷറയിലുണ്ടാക്കിയ പുതിയ കാര്യം, ദീനിലുണ്ടാക്കിയ പുതിയ കാര്യം എന്നാണ് വഹാബികൾ അതിന് വ്യാഖ്യാനം നൽകുന്നത്. കടുത്ത തെറ്റാണ്. ലോകത്ത് ഒരു പണ്ഡിതനും പറയാത്ത കാര്യമാ, അംഗീകരിക്കപ്പെട്ട ഒരു ഇമാമും പറയാത്തതാണത്. ദീനിലുണ്ടാക്കപ്പെട്ടത് ഷറഇന്റെ ഉള്ളിൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ മതപരമായ കാര്യം എന്നല്ല ഷറഈ ബിദ്അത്തിന്റെ അർത്ഥം. ഷറഇന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് എന്നാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഈ ദീനിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, ഏതിനെ? എന്തെങ്കിലുമല്ല, മാ ലൈസ മിൻഹു, ശറഇൽ പെടാത്തതിനെ, ദീനിൽ പെടാത്തതിനെ പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ ദീനിൽ പെടാത്തതേതാ? ഇസ്ലാമിന്റെ ഈ 4 പ്രമാണങ്ങൾക്ക് യോജിക്കാത്തത്, അതാണ് മാ ലൈസ മിൻഹു. ദീനിൽ പെടാത്തത് അതാണ് ഇസ്ലാമിന്റെ 4 പ്രമാണം, ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഈ പ്രമാണങ്ങൾക്ക് എതിരായി ഉണ്ടാക്കപ്പെട്ട പുതിയ കാര്യമാണോ, അതാണ് ശറഈ ബിദ്അത്ത്. ഭാഷാപരമായ അർത്ഥത്തിലോ മുമ്പില്ലാത്തത് എല്ലാം ബിദ്അത്ത് എന്ന് പറയാം. അപ്പോ നിങ്ങൾ നോക്ക്, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഹദീസിന്റെ കിതാബുകളൊന്നും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലില്ല. ഭാഷാർത്ഥത്തിൽ അത് നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് എന്ന നിലയ്ക്ക് ഹദീസിന്റെ ഗ്രന്ഥം ബുഖാരി അടക്കം മുസ്ലിം അടക്കം ഒക്കെ ബിദ്അത്താണ്. ഭാഷാർത്ഥത്തിൽ അത് ബിദ്അത്താണ്. ശറഈന്റെ അടിസ്ഥാനത്തിൽ ബിദ്അത്താണോ? അല്ല. ശറഈലേക്ക് നോക്കുമ്പോൾ അത് ബിദ്അത്തല്ല. എന്തിനേറെ പറയണം, നമ്മൾ ഓതുന്ന 30 ജുസുവിന്റെ മുസ്ഹഫ് അത് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവാത്തതാണ് എന്ന അടിസ്ഥാനത്തിൽ മുസ്ഹഫ് ബിദ്അത്താണ്. പക്ഷെ ഷറഈന്റെ അടിസ്ഥാനത്തിൽ അത് ബിദ്അത്തല്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരല്ല. മദ്രസ റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് എന്ന അടിസ്ഥാനത്തിൽ ഭാഷാർത്ഥത്തിൽ ഇതിന് ബിദ്അത്ത് എന്ന് പറയാം, ഷറഈന്റെ അടിസ്ഥാനത്തിൽ ബിദ്അത്ത് എന്ന് പറയാൻ പറ്റൂല. ഇതുപോലെ തന്നെ കുതുബിയ്യത്ത്, റാത്തീബുകൾ, അതൊക്കെ ഭാഷാർത്ഥത്തിൽ അതിന് ബിദ്അത്ത് എന്ന് പറയാം. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ് ആ പേരിൽ. പക്ഷേ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരാത്തതാണ് എന്ന അടിസ്ഥാനത്തിൽ അതെന്തല്ല, ശറഈ ബിദ്അത്ത് അല്ല. അത് ഭാഷാർത്ഥത്തിൽ മാത്രമേ ബിദ്അത്തുള്ളൂ. അപ്പൊ അള്ളാന്റെ റസൂല് എല്ലാ ബിദ്അത്ത് ളലാലത്താണ് എന്ന് പറഞ്ഞത് ഏതിനെയാ? ഏത് ബിദ്അത്തിനെ സംബന്ധിച്ചാ? ശറഈ ബിദ്അത്തിനെ സംബന്ധിച്ചാണ്. ശറഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ 4 പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത്, അതാണ് തള്ളപ്പെടേണ്ടത്, അതാണ് ളലാലത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മൾ നടത്തുന്ന കുതുബിയത്താവട്ടെ, റാത്തീബാവട്ടെ, അതൊന്നും ശറഈന്റെ അടിസ്ഥാനത്തിൽ ബിദ്അത്ത് അല്ല, ഭാഷാപരമായ അർത്ഥത്തിൽ അതിനെ ബിദ്അത്ത് എന്ന് പറയാം. ഇനി അനുസ്മരണകൾ.